ഇന്നത്തെ സെയിലിംഗ് കമൻട്രിയുടെ റെക്കോർഡിംഗ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഗ്രൂപ്പിൽ, തമിഴ്നാട്ടിലെ ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പിൽ, പോർട്ട് കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പിൽ കണ്ട ഒരു വാർത്ത. അവിടെ 5 റീഫർ കണ്ടെയ്നർ ട്രക്കിൽ തന്നെ ഇരിക്കുകയാണ് 2 ദിവസമായിട്ട്. അവിടെ ഇറക്കി വയ്ക്കാൻ പ്ലഗിംഗ് പോയിൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ റീഫർ കണ്ടെയ്നറുകൾ സൂക്ഷിക്കാനുള്ള സ്ഥലമില്ലാത്ത വിധത്തിൽ അവിടെ നിന്നുള്ള കയറ്റുമതി ആയിരിക്കുമല്ലോ. ട്രക്കിൽ ഇരിക്കുന്നുവെങ്കിൽ അത് എവിടെ നിന്നോ വന്ന റീഫർ കണ്ടെയ്നർ ഇറക്കി പോർട്ടിൽ കൊണ്ടുപോകാനുള്ള സൗകര്യമില്ലാതെ ഇരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അത്ര കൂടുതൽ കണ്ടെയ്നറുകൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. വിഴിഞ്ഞ പദ്ധതി പൂർത്തിയായി വരുമ്പോൾ സെയിലിംഗ് കമൻട്രിയുടെ ചിന്ത, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചവരുടെയൊക്കെ ചിന്ത, നമുക്ക് എന്ത് കയറ്റുമതി ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവർ ഈ അവസരം ഉപയോഗപ്പെടുത്തും. ദൂരെ ഇരിക്കുന്നവരും സമീപ ജില്ലകളിലുള്ളവരും സമീപ സംസ്ഥാനങ്ങളിലുള്ളവരുമൊക്കെ വിഴിഞ്ഞം പദ്ധതിയുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് കയറ്റുമതി ചെയ്യാനൊന്നുമില്ലല്ലോ എന്നുള്ള വേദന ഇപ്പോഴും വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അവിടെ ഒരു വാർത്ത വായിക്കാനിടയായതാണ് ഇന്നത്തെ റിപ്പോർട്ടിന് പ്രേരണ. നമുക്ക് ഒന്നാന്തരം ഒരു ഉൽപ്പന്നമുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. നമ്മളൊരു വ്യാവസായിക സംസ്ഥാനമല്ല. ഇപ്പോൾ സെമി കണ്ടക്ടർ ഉൽപ്പാദനം ടാറ്റ കയറ്റുമതി ചെയ്തു. സാമ്പിൾ വേഫേഴ്സ് ടാറ്റ കയറ്റുമതി ചെയ്തതായി വാർത്ത വന്നു. അവർക്ക് ഗുജറാത്തിലും ആസാമിലും യൂണിറ്റ് ഉണ്ട്. മാസ് പ്രൊഡക്ഷനിലോട്ട് അവർ പോകുന്നതിന് മുമ്പ് ബാംഗ്ലൂരിലെ റിസർച്ച് സ്റ്റേഷനിൽ നിന്നും സെമി കണ്ടക്ടർ വേഫേഴ്സ് കയറ്റുമതി ചെയ്ത്, എനിക്ക് തോന്നുന്നു അപ്രൂവലിന് വേണ്ടിയൊക്കെ ആയിരിക്കാം. നമുക്കങ്ങനെയൊന്നുമില്ല. നമുക്കങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിലും കെൽട്രോൺ പോലുള്ള സ്ഥാപനങ്ങളുണ്ടെങ്കിലും നമുക്കത്തരം വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഒന്നുമില്ലെന്ന് തന്നെ പറയാം. ആ സാഹചര്യത്തിൽ നമ്മൾ നിരാശരാകാതെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം. അതിന് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ കാർഷിക മേഖലയെ നന്നായി പഠിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്നുള്ള അവസരങ്ങളിൽ നിന്ന് പതുക്കെ അവയിൽ നിന്നുള്ളൊരു വ്യാവസായിക ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുത്തുക, ക്രമേണ വ്യാവസായിക മേഖലയിലോട്ട് കടക്കുക എന്നുള്ളതാവണം നമ്മുടെ സ്ട്രാറ്റജി. അല്ലാതെ നമുക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് പരിതപിച്ചിട്ട് കാര്യമില്ല. അവിടെ ചില കണക്കുകൾ വളരെ ആകർഷകമായി എനിക്ക് തോന്നി. നിലവിൽ ഒരു വർഷം നമ്മൾ 25 ലക്ഷം ടണ്ണോളം ചക്ക നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കയറ്റുമതിയൊക്കെ കുറവായിരിക്കാം, പക്ഷേ ഇന്ത്യ മുഴുവനുമുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ചക്ക കയറ്റി പോകുന്നുണ്ട്. ഏകദേശം 100 ദിവസത്തോളമാണ് ഇങ്ങനെ ഒരു സീസണിൽ ഇത് കയറ്റി പോകുന്നത്. ഈ 25 ലക്ഷം ടൺ ഒരു മാജിക്ക് പോലെ 100 ലക്ഷം ടണ്ണായിട്ട് വളർത്താൻ പറ്റും. 25 ലക്ഷം ടണ്ണാണ് ഒരു വർഷത്തെ ഉൽപ്പാദനമെന്ന് ഇപ്പോൾ പറയുന്നു. അത് വേണമെങ്കിൽ നമുക്ക് 100 ലക്ഷം ടണ്ണായിട്ട് വളർത്താവുന്ന ഒരു ടെക്നിക്കുണ്ട്. എന്താണ് ഈ 25 ലക്ഷം ടണ്ണെന്ന് പറയുന്നത്? വളരെ പ്രീമെച്വർ, മുഴുവൻ അത് വിളയുന്നതിന് മുമ്പ് എടുക്കുന്നത് കൊണ്ടാണ്. അത് പൂർണ്ണ വളർച്ചയെത്തി അതിൻ്റെ പൂർണ്ണമായ റൈപ്പനിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്നുള്ളതിൻ്റെ 4-5 ഇരട്ടി തൂക്കം, 25 ലക്ഷം എന്നുള്ളത് കുറഞ്ഞത് 100 ലക്ഷമെങ്കിലുമായി, 100 ലക്ഷം ടണ്ണായി മാറാവുന്ന ഒന്നാന്തരം ഒരു കാർഷിക ഉൽപ്പന്നമാണ് ചക്ക. അവയുടെ മറ്റ് സാധ്യതകളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് എന്തുകൊണ്ടിത് ഇത്രയും നാളും നമുക്ക് ഇങ്ങനെയുള്ളൊരു ചിന്ത രൂപപ്പെടുത്തുന്നില്ല. ഒരു കയറ്റുമതി ഉൽപ്പന്നമായി മാറ്റുവാനുള്ള ഒരു വലിയ ആസ്തിയാണ് ഇതിലോട്ട് വരുന്നത്. ഒരു ചക്കയുടെ ഭാരം ഏകദേശം 30-35 കിലോ വരെ വരാം, അത്രയും കൂടാം. 2 അടി നീളം വരെ വരുന്ന ചക്കയുടെ വെറൈറ്റികൾ നമുക്കുണ്ട്. സെയിലിംഗ് കമൻട്രിയുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഈ കേരളത്തിലെ പലതരം ചക്കകളുടെ വെറൈറ്റി അന്വേഷിച്ച് നടക്കുന്ന ആളാണ്. ഏതെങ്കിലും ഒരു ചക്ക ടേസ്റ്റ് ചെയ്താൽ അതിൻ്റെ തൈ കിട്ടുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത അന്വേഷണം. അങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ചാൽ തന്നെയും നമ്മുടെ ഈ മേഖല നമുക്ക് വിപുലപ്പെടുത്താൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഞാനതിൻ്റെ ഒരു ചക്കയെക്കുറിച്ച് ഇംഗ്ലീഷിൽ പറയുന്നത് മോശമാണ്, കാരണം നമ്മുടെ കാർഷിക ഉൽപ്പന്നമാണ്. പക്ഷേ ആധികാരികത നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി അതിൻ്റെ ഇംഗ്ലീഷ് പറയാം. ജാക്ക് ഫ്രൂട്ട് ഈസ് ദ ഓൺലി ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ ദാറ്റ് ഡസൻറ്റ് റിക്വയർ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ, നോട്ട്സ് ഡോക്ടർ KP സുധീർ, കോളേജ് ഓഫ് അഗ്രികൾച്ചർ, വെള്ളാനിക്കര. ഇത് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പറയുന്നത് മലയാളീകരിച്ച് അതിൻ്റെ അർത്ഥം നഷ്ടപ്പെടാതിരിക്കാനാണ്. ലോകത്തിലെ ഏക ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ ഡസൻറ്റ് റിക്വയർ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ, വേറൊരു ഏജൻസിയുടെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ആവശ്യമില്ലാത്ത, ഇപ്പോൾ ഒരു കാർഷിക ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ അതിന് കയറ്റുമതി നടത്തുന്നതിന് മുമ്പ് ഓർഗാനിക് ആണെന്ന് തെളിയിക്കാൻ സർട്ടിഫിക്കേഷൻസ് വേണം. പക്ഷേ ചക്കയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ളൊരു പ്രത്യേകത കൂടി ചക്കയ്ക്കുണ്ട്.
മാത്രമല്ല ഇതിന് ഒരു ധാരാളം മെഡിസിനൽ വാല്യൂ ഉണ്ടെന്ന് ഈ അടുത്ത കാലങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അത് പഠിച്ചത് ശ്രീ ജെയിംസ് ജോസഫ് എന്ന് പറഞ്ഞ മൈക്രോസോഫ്റ്റിൽ അവിടെ നിന്ന് ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ജാക്ക് ഫ്രൂട്ട് 365 എന്ന് പറയുന്ന ഗവേഷണവും സ്ഥാപനവും ഒക്കെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ ജെയിംസ് ജോസഫാണ് കേരളത്തിൽ ഈ ചക്കയുടെ പ്രാധാന്യം, അതിൻ്റെ മെഡിസിനൽ, റെഗുലേറ്റ് ബ്ലഡ് ഷുഗർ, എലീവിയേറ്റിംഗ് ഫാറ്റി ലിവർ, ഇങ്ങനെ ഒരു ആരോഗ്യകരമായ ഒരു ഉൽപ്പന്നം, ഒരു കാർഷിക ഉൽപ്പന്നം എന്നുള്ള നിലയ്ക്കും ചക്കയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മേഖലയെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. ഉൽപ്പന്നം 25 ലക്ഷത്തിൽ നിന്ന് 100 ലക്ഷമായി വളർത്താൻ കഴിയുന്ന തരത്തിൽ അതിൻ്റെ ഡിമാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ കർഷകർ അത് സംരക്ഷിക്കും. അതിൻ്റെ വിളവെടുത്ത് ഉൽപ്പന്നമാക്കി തരാനും അവർ തയ്യാറാകും. നമ്മൾ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തണമെന്നേ ഉള്ളൂ. ഒരു കയറ്റുമതി ചരക്കാക്കി മാറ്റി ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിക്കാൻ നമുക്ക് കഴിയണം. കാരണം ഇത് നമ്മുടെ ചരക്കാണെന്നും നമ്മുടെ ഉൽപ്പന്നമാണെന്നും നമ്മുടെ കാർഷിക പൈതൃകമാണെന്നുമുള്ള തിരിച്ചറിവ് സെയിലിംഗ് വേണ്ടിയുള്ള റിസർച്ചിൻ്റെ ഒടുവിലാണ് മനസ്സിലായത്. അതും ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞാലാണ് അതിൻ്റെയും ആധികാരികത ഉറപ്പുവരികയുള്ളൂ. ഇന്ത്യ ഈസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജാക്ക് ഫ്രൂട്ട് ഇൻ ദ വേൾഡ് ആൻഡ് ലോങ് ബിലീവ് ടു ബി ഇറ്റ്സ് പ്ലേസ് ഓഫ് ഒറിജിൻ. ഇന്ത്യയാണ് ഇതിൻ്റെ തുടക്കവും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും ഇന്ത്യയാണ്. ഒരുപക്ഷെ പാലുൽപ്പന്നവും നമ്മുടേതാണ് ഏറ്റവും കൂടുതൽ, ഇന്ത്യയുടേതാണ് ഏറ്റവും കൂടുതൽ അളവിലുള്ള പാലുൽപാദനം. ചക്കയും നമ്മളാണ് ഏറ്റവും കൂടുതൽ. ജാക്ക് ഫ്രൂട്ട് ഗെറ്റ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദി പോർച്ചുഗീസ് ജാക്ക. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് പോർച്ചുഗീസുകാരുടെ കാർഷിക ഉൽപ്പന്നമാണെന്ന്. പോർച്ചുഗീസ് ജാക്ക ഇൻ ടേൺ ഡിറൈവ്ഡ് ഫ്രം ദ മലയാളി ചക്ക. നമ്മുടെ ചക്കയിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ജാക്ക എന്ന പേര് രൂപപ്പെടുത്തിയത്. അപ്പോൾ തുടക്കം കേരളത്തിലാണ്. ഇറ്റ് ഗ്രോസ് ഇൻ ദി വെസ്റ്റേൺ ഗട്ട്സ് ഇൻ ദ സൗത്ത്. ഇന്ത്യയുടെ തെക്കൻ ഭാഗത്ത്, സൗത്തിൽ, വെസ്റ്റേൺ ഗട്ട്സിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയോരങ്ങളിലാണ്, അല്ലെങ്കിൽ ഇടുക്കി, കാസർഗോഡ് തുടങ്ങിയ പ്രദേശങ്ങൾ, തിരുവനന്തപുരം വരെ കിടക്കുന്ന മലമേഖലയിലാണ് ഇതിൻ്റെ തുടക്കം. ആൻഡ് അറ്റ് സ്കാറ്റേർഡ് ലൊക്കേഷൻസ് ഇൻ ദി നോർത്ത് ആൻഡ് ഈസ്റ്റ്. വളരെ ചുരുങ്ങിയ തോതിൽ നോർത്തിലും വടക്കൻ ഇന്ത്യയിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലുമൊക്കെ ആയിട്ട് ചെറിയ തോതിലുണ്ട്. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഉൽപ്പന്നം എന്നുള്ള നിലയ്ക്ക് ലോകം അംഗീകരിച്ചിരിക്കുന്നത്. ഒറിജിൻ ഫ്രം ഇന്ത്യ. അത് മാത്രമല്ല, മലയാളി ചക്കയിൽ നിന്നാണ് പോർച്ചുഗീസുകാർ പോർച്ചുഗീസ് ജാക്ക എന്ന പേര് ലോകത്തിന് സംഭാവന ചെയ്തത്. അങ്ങനെയാണത് ജാക്ക് ഫ്രൂട്ടായിട്ട് മാറിയത്, നമ്മുടെ ചക്ക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തണ്ടേ. നമ്മുടെ ഒന്നാം തരം ഒരു കാർഷിക ഉൽപ്പന്നം ഇപ്പോൾ തന്നെ 25 ലക്ഷം ടണ്ണുണ്ട്. നമ്മളൊരു കരുതൽ നൽകിയാൽ അത് 100 ലക്ഷം ടണ്ണായി നമുക്കതിൻ്റെ ഭാരം വർദ്ധിപ്പിച്ച് ഉൽപ്പന്നമാക്കി മാറ്റാൻ പറ്റും. നമ്മൾ നമ്മുടെ അകക്കണ്ണിലേക്ക് തന്നെ നോക്കണ്ടേ. നമുക്ക് ഒന്നുമില്ല എന്ന് വിലപിക്കുന്നതിന് പകരം ഉള്ള ഉൽപ്പന്നങ്ങളിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കി ലോകത്തിന് നൽകാൻ കഴിയുന്ന ഈ മധുര ചക്ക, അല്ലെങ്കിൽ ഏറ്റവും മധുരകരമായ ഈ ഉൽപ്പന്നം നമ്മൾ കൂടുതൽ പഠന വിധേയമാക്കേണ്ടതാണ്. ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ 2 വെസലുകളാണ്. ആദ്യത്തേത് പതിവ് പോലെ ഷെൻഹുവ 34, ഏകദേശം സിംഗപ്പൂർ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും. രണ്ടാമത്തത് ഒരു ടഗ്ഗാണ്, MT മഹാവേവ, ശ്രീലങ്ക ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ശ്രീലങ്ക ഫ്ലാഗ്ഡ് ടഗ്ഗാണ്. അത് വിഴിഞ്ഞത്തോട്ട് വരുന്നു. ഇന്ത്യ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്, കൊളംബോ ടു ഇന്ത്യ. ഏത് പോർട്ടാണെന്ന് അവർ എഴുതിയിട്ടില്ല. വിഴിഞ്ഞത്ത് വന്നിട്ട് ഇവിടെ നിന്ന് ശാന്തിസാഗർ എന്ന് പറയുന്ന ബാർജിനെ കൊണ്ടുപോകാനാണ്, കൊളംബോയിലോട്ട് കൊണ്ടുപോകാനാണ്. അദാനിയുടെ ഈസ്റ്റേൺ കണ്ടെയ്നർ ടെർമിനലിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുപോകാനുള്ള ടഗ്ഗാണ് കൊളംബോയിൽ നിന്ന് തിരിച്ചിരിക്കുന്നത്. ഏകദേശം കുറച്ച് ദൂരം പിന്നിട്ടു. നാളെ ഉച്ച കഴിഞ്ഞ് 2 മണിയോടെ ഇവിടെ എത്തുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രാക്കിംഗ് സൈറ്റ് സൂചിപ്പിക്കുന്നത്. സൈനിങ് ഓഫ്, എലിയസ് ജോൺ.